ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഫൈസൽ എന്നു പേരുള്ള ദാറുൽ അർഖമിലെ ഒരു പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ 12 മണി വരെ ഞങ്ങളുടെ ക്യാമ്പസിൽ വളരെ സജീവമായി ചുറുചുറുക്കോടുകൂടെ ഓടി നടന്നിരുന്ന സഹപ്രവർത്തകൻ, 36 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു 12 മണി സമയത്ത് ഒരു ചെറിയ നെഞ്ചുവേദന വരികയാണ്. 1 മണിയായപ്പോഴേക്കും അവിടെയുള്ള അധ്യാപകർ, അവിടെയുള്ള വിദ്യാർത്ഥികൾ ഈ വാർത്ത കേട്ട് ആശുപത്രിയിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും തണുത്തുറച്ചിരിക്കുന്ന ഒരു മയ്യത്തായി മാറിയിട്ടുണ്ട് എങ്കിൽ അറിയുക, നമ്മൾ ജീവിതത്തെ കളിതമാശകൾക്കിടയിൽ, ജീവിതത്തിലെ കുടുംബത്തിന്റെ കൂടെയുള്ള ആനന്ദങ്ങൾക്കിടയിൽ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്കിടയിൽ മരണം നമ്മളെ വിളിച്ചാൽ, മരണം നമ്മളെ റാഞ്ചിക്കൊണ്ടുപോയാൽ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മുടെ ലോകം മാറും. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മുടെ ലോകം മാറും, നമ്മുടെ സാഹചര്യങ്ങൾ മാറും. ഒന്നാനാകാശത്തിലേക്കുള്ള യാത്ര നമ്മൾ പുറപ്പെടും. പ്രിയമുള്ളവരെ, അള്ളാഹു ഈ ദുനിയാവിൽ നമ്മളെ വെറുതെ വിട്ടേച്ചു പോവുകയില്ല. വെറുതെ വിട്ടേച്ചിട്ടില്ല. ചില ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യൻ കരുതുന്നു അവനെ വെറുതെ വിട്ടേക്കുമെന്ന്. അല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്താണ് ഇവിടെ നാം നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം? ഒരു വീടാണോ? ചില ആളുകളുടെ പ്രവർത്തനം കണ്ടാൽ തോന്നും അല്ലാഹ് അവരെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് നല്ലൊരു വീട് നിർമ്മിക്കാനാണ് എന്ന്. എപ്പോഴും മനസ്സിലുള്ള ചിന്ത വീടിനെ കുറിച്ചാണ്, മക്കളുടെ കല്യാണത്തെക്കുറിച്ചാണ്, ജോലിയെക്കുറിച്ചാണ്. ദീനിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വിളിക്കുമ്പോൾ തടസ്സം ജോലിയാണ്. നമസ്കാരത്തിന്, ജുമാ നമസ്കാരത്തിന് നേരത്തെ എത്താൻ അവന്റെ കച്ചവടമാണ്, അവന്റെ തൊഴിലാണ്. എങ്കിൽ നമ്മുടെ കച്ചവടമോ, നമ്മുടെ മക്കളോ, നമ്മുടെ ദുനിയാവോ ഇതൊന്നുമല്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടണം. ആ നരകം നമുക്ക് സഹിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഉന്നതമായ ആ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണം. അവനാണ് വിജയി. ആ വിജയം നേടുക, ആ വിജയം നേടുക, അതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ പല ആളുകളും അത് മറക്കുകയാണ്, ദുനിയാവിന്റെ പിറകെയാണ്. അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന വിഭവമാണ്. ദുനിയാവ് ചതിക്കും, ദുനിയാവ് വഞ്ചിക്കും. ഇവിടെ എത്ര വലിയ സൗകര്യങ്ങൾ നമ്മൾ നേടിയാലും, ദുനിയാവിലെ എത്ര വലിയ സമ്പാദ്യങ്ങൾ നമ്മൾ നേടിയാലും രണ്ടാലൊരു കാര്യം ഇവിടെ നടക്കും. ഒന്നുകിൽ അത് നശിക്കും. ഒരു വീട് വച്ചു, ആ വീട് നശിക്കും. അല്ല എങ്കിൽ നമ്മളും മരിക്കും. ഒരു കാറ് വാങ്ങി, ആ കാറിന് നാശമുണ്ട്. അല്ല എങ്കിൽ നമ്മളും മരിക്കും. രണ്ടാലൊന്ന് ഇവിടെ സംഭവിക്കും. അല്ലാതെ ദുനിയാവിന്റെ പച്ചപ്പിൽ, ദുനിയാവിന്റെ സുഖങ്ങളിൽ കാലാകാലം കഴിയാൻ സാധിക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. പക്ഷെ ആളുകൾ ദുനിയാവിന്റെ സുഖങ്ങളുടെ പിറകെ പോവുകയാണ്. നമ്മൾ കണ്ടല്ലോ, ന്യൂ ഇയറിന്റെ ദിവസം എങ്ങനെയായിരുന്നു ആഘോഷിച്ചത്? രാത്രി 12 മണിക്കും രാത്രി 1 മണിക്കും 2 കാലിൽ നിൽക്കാൻ കഴിയാതെ ലഹരിയുമായി, ലഹരിയുടെ പുകച്ചുരുളുകളുമായി ആഘോഷിക്കുന്ന കൗമാരങ്ങളെ മാധ്യമങ്ങൾ വാർത്തയാക്കി. ദുനിയാവിന്റെ സുഖങ്ങളുടെ പിറകെ, ദുനിയാവിന്റെ ആനന്ദങ്ങളുടെ പിറകെ ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനപ്പുറത്ത് എന്താണ് യഥാർത്ഥ ആസ്വാദനം? എന്താണ് ഈ ദുനിയാവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മധുരം? ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മധുരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയലാണ്, നമ്മുടെ റബ്ബിനെ അറിയലാണ്. റബ്ബിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കലാണ് ഈ ദുനിയാവിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ മധുരം. മസാകീനു അഹ്ലിദ് ദുനിയ ഖറജു മിൻഹാ വമാ ദാഖു ലദീദൽ ഐശി ഫീഹാ വമാ ദാഖു അത്യബ വമാ ഫീഹാ. ദുനിയാവിലെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ സ്വർണമോ വെള്ളിയോ ഇല്ലാത്തവനല്ല. ദുനിയാവിലെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവനല്ല. ദുനിയാവിലെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ പണമില്ലാത്തവനല്ല. ദിർഹമോ ദീനാറോ കൈകളിലില്ലാത്തവനല്ല. ദുനിയാവിലെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവൻ ഈ ദുനിയാവിൽ അറിയാതെ പോയൊരു കാര്യമുണ്ട്, മഅരിഫത്തുല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനെ അറിയാതെ പോയി, പടച്ച റബ്ബിനെ മനസ്സിലാക്കാതെ പോയി. അവനാണ് ദുനിയാവിലെ മിസ്കീൻ. പ്രിയമുള്ളവരെ, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. നമ്മൾ അല്ലാഹുവിനെ അറിയണം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അരികിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നു. ആ പെണ്ണ് മുസ്ലിമത്താണോ എന്നറിയാൻ ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം ഐനല്ലാ, പെണ്ണെ അള്ളാഹു എവിടെ? അല്ലണ്ടോന്നല്ല, നീ ആരാധിക്കുന്നു എന്നല്ല, ഐനല്ലാ, അള്ളാഹു എവിടെ? ആ ചോദ്യം അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടതാണ്. എത്ര ആളുകൾ അള്ളാഹുവിന്റെ സിഫത്ത് പഠിക്കുന്നു, അള്ളാഹുവിന്റെ അസ്മാകൾ പഠിക്കുന്നു. ഗൗരവമുള്ള വിഷയമാണ് പ്രിയമുള്ളവരെ. 30 കൊല്ലം 40 കൊല്ലം മലയാള ഖുത്ബ കേട്ട്, മലയാള ഖുത്ബ കേൾക്കാനും തൗഹീദ് മനസ്സിലാക്കാനും അവസരം ലഭിച്ചവരെ 50 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും എൻ്റെ റബ്ബിന്റെ അസ്മാകളെ കുറിച്ച്, എൻ്റെ റബ്ബിന്റെ സിഫാത്തുകളെ കുറിച്ച്, ആ റബ്ബിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? ആ റബ്ബിനെ കുറിച്ച് അറിയാത്തവൻ, ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാത്തവൻ, അവനാണ് ദുനിയാവിലെ മിസ്കീൻ. അവന് വാഹനങ്ങൾ ഉണ്ടായേക്കാം, അവന് സൗകര്യങ്ങൾ ഉണ്ടായേക്കാം, അവന് കുടുംബവും ആർഭാടങ്ങളും ഉണ്ടായേക്കാം, പക്ഷേ അവൻ ദുനിയാവിൽ മിസ്കീനാണ്. കാരണം അവന്റെ റബ്ബിനെ കുറിച്ച്, റബ്ബിന്റെ നാമങ്ങളെ കുറിച്ച്, റബ്ബിന്റെ സിഫാത്തുകളെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയാലോ പിന്നെ ഒന്നും പ്രശ്നമല്ല. ദുനിയാവിൽ ഒന്നും അവന് പ്രശ്നമല്ല. ദുനിയാവ് ചെറുതാണ്, അതുകൊണ്ട് ദുനിയാവിന്റെ പ്രശ്നങ്ങളും ചെറുതാണ്. ചില ആളുകൾ ഇങ്ങനെ സങ്കടപ്പെടും, എപ്പോഴും സങ്കടം, എപ്പോഴും പ്രയാസം. എന്തേ കാരണം? ദുനിയാവ് അവർക്ക് വലുതായി. ദുനിയാവ് വലുതായാൽ ദുനിയാവിലെ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ അവർക്ക് വലുതാകും. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ചെറുതാണ്. ഇനി എന്ത് വലിയ ഭൂകമ്പം വന്നാലും അവനതിൽ പ്രശ്നമില്ല. കാരണം അവന് ദുനിയാവും ദുനിയാവിലെ നഷ്ടങ്ങളും അവന് ചെറുതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ച ഏറ്റവും വലിയൊരു ആനന്ദമുണ്ട്, അത് പടച്ച റബ്ബിനെ മനസ്സിലാക്കുന്നതിലാണ്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നു. നമ്മളെ ഭാഷയിൽ ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ളത്? CAA വന്നപ്പോ നമ്മൾ പറഞ്ഞു, നമുക്കിതാ രാഷ്ട്രീയക്കാരുണ്ട്, കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്, നമുക്ക് പോലീസുണ്ട്, പട്ടാളമുണ്ട്, ഇതാ നമുക്ക് വലിയ സംഘങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മുടെ ഭാഷയിൽ ഇബ്രാഹിം നബിക്ക് ആരാണുള്ളത്? നാട്ടിലെ ഭൂരിപക്ഷം എതിരാണ്, നാട്ടിലെ പണ്ഡിതന്മാരെതിരാണ്, നാട്ടിലെ പാമരന്മാരെതിരാണ്, ഭരണകൂടം എതിരാണ്. വലിയ തീക്കുണ്ടാരം ഒരുക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിയുമ്പോൾ ആരാണ് കൂടെയുള്ളത്? ഭരണകൂടമുണ്ടോ? പോലീസുണ്ടോ? പണ്ഡിതന്മാരുണ്ടോ? പാമരന്മാരുണ്ടോ? നമ്മളെ ഭാഷയിൽ ആരുമില്ല. പക്ഷെ ഇബ്രാഹിം നബിക്കാണ് ആളുള്ളത്. ഇബ്രാഹിം നബിക്കാണ് ആളുള്ളത്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ്. ആ ഇബ്രാഹിം നബിക്കാണ് ആളുണ്ടായിരുന്നത്. അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധം. ഒരു പ്രശ്നത്തിലും ഒരു അതിശക്തമായ ഒരു തീക്കുണ്ടാരം, കരിച്ചു കളയുന്ന തീക്കുണ്ടാരം മുന്നിലുണ്ടായപ്പോഴും അതിനെ തണുപ്പേകുന്ന ഒരു വിശ്വാസം ഹൃദയത്തിലുണ്ടായിരുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം കടലിലേക്ക് എറിയപ്പെടുന്നു. കടലിന്റെ അടിത്തട്ടിൽ രാത്രിയുടെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്. ആ കടലിന്റെ അടിത്തട്ടിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ എന്തു പ്രതീക്ഷയാണുള്ളത്? ഒരു ഭൗതികമായി ചിന്തിച്ചാൽ എന്തു പ്രതീക്ഷയാണുള്ളത്? യൂനുസ് നബി അലൈഹി സ്വലാം അവിടുന്ന് പ്രാർത്ഥിച്ചല്ലോ. നമുക്ക് ആ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയുടെ പദം കാണാൻ കഴിയോ? പടച്ചോനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞോ? പടച്ചോനെ ഇതാ അകപ്പെട്ടു, എന്നെ ഒന്ന് കരകയറ്റണേ എന്ന് പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും ഒരു വിളിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടോ? ഒന്നുമില്ല. ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ആ രാത്രിയുടെ ഇരുട്ടിൽ, കടലിന്റെ അടിത്തട്ടിൽ, മത്സ്യത്തിന്റെ വയറ്റിൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചോനെ എനിക്ക് ചോദിക്കാൻ നീയല്ലാതെ മറ്റൊരാളില്ല, എന്റെ ഇബാദത്തുകൾ നിനക്കാണ്. എന്താണ് സംഭവിച്ചത്? മത്സ്യം കരയിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാമിനെ എത്തിച്ചു. പ്രിയമുള്ളവരെ, മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ ഒരു പരിചയപ്പെടുത്തലുണ്ട്. അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് തേടുന്നവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് റബ്ബിനെ പരിചയപ്പെടുത്തി. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്.
അറിയുക മനുഷ്യരെ, എന്റെ റബ്ബാരാണെന്ന് അറിയുമോ? ഖരീബാണ്, അരികിലുണ്ട്, ചോദിച്ചാൽ ഉത്തരമുണ്ട്. മുജീബ്, ഞാൻ ചോദിച്ചാൽ ഉത്തരം നൽകുന്നവനാണ്. വെറൊരു പ്രസംഗമല്ല, വെറുതെ പ്രസംഗിച്ചു പോയതല്ല, ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. എന്റെ റബ്ബ് ഉത്തരം നൽകുമെന്ന ആ ഉറച്ച വിശ്വാസം. അല്ലേ, ശത്രുക്കൾ പറയാണ്, സാലിഹ് നിനക്ക് കഴിയോ? ഒരു പാറക്കെട്ട് കാണിച്ചിട്ടാണ് പറയുന്നത്. ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരാൻ നിനക്ക് കഴിയുമോ? അങ്ങനെ ഒരു പ്രതിഭാസം ഈ ഭൂമിയിലുണ്ടോ? പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറത്തേക്ക് വരാം, അങ്ങനെ ഒരു പ്രതിഭാസം ഈ ഭൂമിയിലുണ്ടോ? പക്ഷെ ആ പാറന്റെ മുന്നിൽ ചെന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സാലിഹ് നബി അലൈഹിസ്സലാം, പടച്ചവനെ ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവരണേ. അല്ലാഹു കൊടുത്തില്ലേ? എന്തായിരിക്കും ആ ഒരു വിശ്വാസം? എന്റെ റബ്ബിനത് കഴിയും എന്ന ഉറച്ച വിശ്വാസം. നമ്മൾ എന്തിനാണ് തളർന്നു പോകുന്നത്? കടങ്ങളുണ്ടോ? ചോദിക്കൂ പ്രിയമുള്ളവരെ നമ്മുടെ റബ്ബിനോട്. ശാരീരികമായ പ്രയാസങ്ങളുണ്ടോ? ഡോക്ടർമാർ ഇതാ ഞങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൽ ഇനി പരിഹാരങ്ങളില്ല എന്ന് വിധി എഴുതിയിട്ടുണ്ടോ? പ്രകൃതി പ്രതിഭാസങ്ങളെ മാറ്റിമറിക്കുന്ന ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ ഒരു റബ്ബിൽ വിശ്വസിക്കുന്നവരെ എന്തിനാണ് നിരാശ? ആ റബ്ബിലേക്ക് തേടാൻ നമുക്ക് സാധിക്കണം. ഹാത്തിമുൽ അസം, ഹജ്ജിന് പോകാൻ ഒരു ആഗ്രഹം. ഹജ്ജിന്റെ കാലം ഇങ്ങനെ അടുത്തു വന്നപ്പോ മനസ്സിൽ വല്ലാത്ത സങ്കടം. ചില മക്കളുണ്ട്, ഉപ്പയുടെ മുഖത്ത് നിന്ന്, ഉമ്മയുടെ മുഖത്ത് നിന്ന് അവരുടെ ദുഃഖങ്ങൾ ഇങ്ങനെ വായിച്ചെടുക്കും. മോള് വന്നിട്ട് ചോദിച്ചു, ഉപ്പ സങ്കടമുണ്ടോ? എൻ്റെ ഉപ്പച്ചിക്ക് സങ്കടമുണ്ടോ? എങ്കിൽ എൻ്റെ ഉപ്പ പറയ്, എന്താണ് ഉപ്പാന്റെ സങ്കടം? അദ്ദേഹം പറഞ്ഞു, മോളെ ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പോകാനുള്ള പണം കയ്യിലില്ല. ആ പെൺകുട്ടിയുടെ ചോദ്യം, ഉപ്പയുടെ റിസ്ക് ഉപ്പാന്റെ കയ്യിലാണോ പടച്ചോന്റെ കയ്യിലാണോ? ഉപ്പാന്റെ കയ്യിലാണോ പടച്ചോന്റെ കയ്യിലാണോ? അള്ളാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു യർസുഖുക്, ഉപ്പ പടച്ചോൻ റിസ്ക് തരും, എൻ്റെ ഉപ്പ പോകണം. വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും? പെൺമക്കളാണ്. ആ പെൺമക്കൾക്കുള്ള ഭക്ഷണം ഒരുക്കണം, സൗകര്യങ്ങൾ ഒരുക്കണം, അതാരു ചെയ്യും? ആ പെൺകുട്ടിയുടെ അടുത്ത ചോദ്യം, ഉപ്പ ഞങ്ങളുടെ റിസ്ക് ഉപ്പാന്റെ കയ്യിലാണോ പടച്ചോന്റെ കയ്യിലാണോ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കൈകളിലാണ്. അല്ലാഹു യർസുഖ്നി, പടച്ചോ ഞങ്ങൾക്ക് റിസ്ക് തരും, എൻ്റെ ഉപ്പ പോയിക്കോ. അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ചരിത്രത്തിൽ കാണാം, ആ സൈന്യത്തിന്റെ, ആ യാത്രാ സംഘത്തിന്റെ ഏറ്റവും പിറകിലാണ്. ആളുകൾ കൈമാറുന്ന മിച്ചം വരുന്ന ഭക്ഷണം അത് കഴിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ സംഘത്തിന്റെ അമീറിനെ ഒരു തേള് കടിക്കുകയും അദ്ദേഹം രോഗിയാവുകയും ചെയ്തു. അപ്പോഴാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്, ഇനി ആരാണ് അമീർ നിൽക്കുക? ഇനി ആര് അമീർ നിൽക്കും? അപ്പോഴാണ് അവരറിയുന്നത് ഈ സംഘത്തിൽ ഹാത്തിമുൽ അസമുണ്ട്. എങ്കിൽ അദ്ദേഹത്തെ അമീറായി തെരഞ്ഞെടുക്കണം. മക്ക വരെ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നതുവരെയുള്ള മുഴുവൻ ചിലവും ആ സംഘം ഏറ്റെടുത്തു. അതാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ഉപ്പ പടച്ചോൻ റിസ്ക് തരും. വീട്ടിലെ അവസ്ഥ മാറാൻ തുടങ്ങി. ഭക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നു. മറ്റു പെൺകുട്ടികളുടെ ശബ്ദം ഉയരാൻ തുടങ്ങി. ആരോട് ചോദിച്ചിട്ടാണ് നീ അനുവാദം നൽകിയത്? ഞങ്ങൾ ഇനി മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടണോ? ഞങ്ങൾ യാചിക്കണോ? ആരാണ് ഞങ്ങൾക്ക് ഉപജീവനം നൽകുക? ആ സമയത്താണ് ഹാറൂൺ റഷീദിന്റെ സൈന്യം ആ വഴി കടന്നു പോകുന്നത്. ഹാറൂൺ റഷീദ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറി കാർമേഘങ്ങളോട് പറയാറുണ്ട്, മേഘങ്ങളെ നിങ്ങൾ ഏതു നാട്ടിൽ പോയി പെയ്താലും അവിടെയുള്ള കരം എന്റെ കൊട്ടാരത്തിലെത്തും. അത്ര രാജ്യം വിശാലമായ ഒരു ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ഒരു യുദ്ധം കഴിഞ്ഞ് യാത്രാ സംഘവുമായി വരികയാണ്. ഹാത്തിമുൽ അസമിന്റെ വീടിന്റെ മുന്നിൽ കുതിരയെ നിർത്തി. ആ വീട്ടിൽ കടിക്കാൻ വല്ലതുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചു. അവിടെയുള്ള ഏറ്റവും മുന്തിയ ഭക്ഷണങ്ങൾ ഭരണാധികാരിക്ക് നൽകി. അദ്ദേഹം കഴിച്ചു. പോകാൻ നേരത്ത് അദ്ദേഹം ചോദിച്ചു, ഇത് ആരുടെ വീടാണ്? ആരുടേതാണ് ഈ ചെറ്റക്കുടിൽ? ഈ നാട്ടിലെ ഏറ്റവും ചെറിയ ഈ കുടിൽ ആരുടേതാണ്? അദ്ദേഹത്തിനോട് പറയപ്പെട്ടു, ഇത് ഹാത്തിമുൽ അസമിന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയൊരു മഹാപണ്ഡിതൻ ഈ ചെറിയ കൂരയിലാണോ കഴിയുന്നത്? ആ യാത്രയിലെ യുദ്ധാർജിത മുതലുകൾ മുഴുവൻ ഒരു കിടിയിലാക്കി ആ വീടിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്
ഹാറൂൻ റഷീദ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ ഇതുപോലെ ചെയ്യുക, എന്നെ സ്നേഹിക്കുന്നവർ ഇതുപോലെ ചെയ്യുക. ഭരണാധികാരി പറഞ്ഞാൽ സൈന്യം ചെയ്യും. ആ സൈന്യം മുഴുവൻ അവരുടെ കൈകളിലുള്ള സമ്പാദ്യം അവിടെ വെച്ചു. ഒരു രാത്രി കൊണ്ട് സാഹചര്യം മാറി, ഒരു രാത്രി കൊണ്ട് അവസ്ഥ മാറി. ഇന്നലെ വരെ ഏറ്റവും ദരിദ്രരായിരുന്നവർ ഇന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരാണ്. പക്ഷേ ആ പെൺകുട്ടി രാത്രി കരയുകയാണ്. അള്ളാഹുവിനെ പേടിയുള്ള ആ പെൺകുട്ടി രാത്രി കണ്ണുനീർ പൊഴിക്കുകയാണ്. ഉമ്മാന്റെ ചോദ്യം, മോളെ എന്തിനാണ് എൻ്റെ കുട്ടി കരയുന്നത്? എന്തിനാണ് എൻ്റെ മകൾ കരയുന്നത്? നമ്മളുടെ അവസ്ഥ മാറിയില്ലേ? ഇന്നലെ വരെ ഏറ്റവും വലിയ ദരിദ്രരല്ലേ, ഇന്ന് അതിസമ്പന്നരല്ലേ? ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. പ്രിയമുള്ളവരെ, ആ പെൺകുട്ടി നൽകിയ മറുപടി, ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹുവിന്റെ അടിമകളിലെ കേവലം ഒരു അടിമ നമ്മളിലേക്ക് നോക്കിയപ്പോ നമ്മൾ ഏറ്റവും വലിയ സമ്പന്നരായി മാറി. ആ റഹ്മാനായ റബ്ബിന്റെ നോട്ടം നമുക്കുണ്ടെങ്കിൽ ഉമ്മ, എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ? ഇപ്പോഴും അടിമകളെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ റബ്ബിൽ വിശ്വസിക്കാൻ, ആ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കാൻ, ആ റബ്ബിന്റെ മുന്നിൽ ഹൃദയം തുറക്കാൻ എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഒരു നമസ്കാരപ്പായയിൽ, മുസല്ലയിൽ അലിഞ്ഞു തീരാവുന്ന സങ്കടങ്ങളെ നമുക്കുണ്ടാകാവൂ. അതിനപ്പുറത്ത് എന്ത് സങ്കടം? ഭർത്താവിന്റെ പ്രയാസങ്ങളുണ്ടോ? ഭാര്യയുടെ പ്രയാസങ്ങളുണ്ടോ? പറയൂ റബ്ബിനോട്. ആ റബ്ബിന്റെ മുന്നിൽ ഇറക്കി വെച്ചാൽ തീരാത്ത എന്തു സങ്കടമാണ് നമുക്കുള്ളത്. തീരുന്നില്ല എങ്കിൽ ആ റബ്ബുമായി നമുക്കുള്ള ബന്ധത്തിൽ പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് തിരിച്ചറിയുക. മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാ. കൈകൾ ബന്ധിപ്പിച്ച് നാട്ടി നിർത്തിയ കഴുമരങ്ങളെ ചൂണ്ടി ശത്രുക്കൾ പറയുന്നുണ്ട്, ഹുബൈബ്, ഇതാ മരണത്തെ കൺമുന്നിൽ കാണൂ, മരണത്തെ കൺമുന്നിൽ കാണൂ, നിനക്കാണ് ഈ കഴുമരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്, ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ. തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവര് ചോദിക്കുന്നു, ഹുബൈബ്, വല്ല ആഗ്രഹവും മനസ്സിലുണ്ടോ? അവസാനായിട്ട് വല്ല ആഗ്രഹമുണ്ടോ? ഭാര്യയെ കാണണമെന്നാണോ? മക്കളെ കാണണമെന്നാണോ? മരണത്തിന് മുമ്പ് എന്റെ തൊട്ടിലിൽ കിടക്കുന്ന കൊച്ചു പൈതലിന് അവസാനത്തെ ചുംബനം നൽകണമെന്നാണോ? അതിനെല്ലാം മധുരമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഈ ദുനിയാവിൽ ഒരു മധുരമുണ്ട്. അതിനപ്പുറത്ത് ഈ ദുനിയാവിൽ ഒരു മധുരമുണ്ട്. ഹുബൈബ് റളിയല്ലാഹു തആലയുടെ മറുപടി, 2 റക്അത്ത് എനിക്ക് നമസ്കരിക്കണം, എനിക്കെന്റെ റബ്ബിന്റെ മുന്നിൽ ഒന്ന് സുജൂദിൽ കിടക്കണം. അതിനേക്കാൾ വലിയ ഒരു മധുരം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. വേഗത്തിൽ നമസ്കരിച്ച് സലാം വീട്ടി ഹുബൈബ് റളിയല്ലാഹു തആല പറയുന്നത്, സുജൂദിൽ കിടക്കുമ്പോ ഞാൻ അനുഭവിക്കുന്ന വല്ലാത്തൊരാനന്ദമുണ്ട്. പക്ഷേ നിസ്കാരം നീട്ടിയാൽ നിങ്ങൾ പറയും, ഹുബൈബിന് മരിക്കാൻ പേടിയാണ്, മരണത്തെ പേടിയാണ്. മരണത്തിന് പേടിയുണ്ട് എന്ന് നിങ്ങൾ പറയില്ലായിരുന്നുവെങ്കിൽ സുദീർഘമായി ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ദുനിയാവിലെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദമാണ് സുജൂദ് എന്നുള്ളത്. പടച്ച റബ്ബിനെ അറിയുമ്പോഴാണ് ആ സുജൂദ് നമുക്ക് പ്രിയപ്പെട്ടതായി തീരുക. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, റബ്ബിനെ പറയാൻ നമുക്ക് മധുരമുണ്ടാകണം. അള്ളാഹുവിനെ പറ്റി ജനങ്ങളോട് പറയാൻ, എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ച സങ്കടങ്ങളോർത്ത് അങ്ങനെ ജീവിതം തള്ളി നീക്കേണ്ട ആളുകളല്ല. ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ അതിന് പകവീട്ടാനും അതിൻ്റെ വിദ്വേഷത്തിലും അങ്ങനെ ദിവസങ്ങൾ തീർക്കല്ല. നമ്മുടെ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തൂ. ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. വലിയ സങ്കടത്തിലായിരുന്നു അദ്ദേഹം. പള്ളിയിൽ നമസ്കാരത്തിന് പോകും. പക്ഷേ നമസ്കാരം കഴിഞ്ഞ് സ്ഥിരമായി ഉണ്ടായിരുന്ന ദർസ് അദ്ദേഹം എടുക്കുന്നില്ല. മറ്റു ദർസുകൾ അദ്ദേഹം നിർത്തി. ആളുകൾ വരുന്നു, പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ, ക്ലാസുകൾ എടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു പെണ്ണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ആ പെണ്ണ് വന്നിട്ട് ചോദിച്ചു. വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഇല്ല ഉസ്താദ് ഇന്ന് സംസാരിക്കുകയില്ല, സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല.
പക്ഷെ അവര് പറഞ്ഞു, ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകൂല, എനിക്ക് ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല. അതിനുശേഷം അദ്ദേഹം വന്നു. ആ പെണ്ണിന്റെ ചോദ്യം, എൻ്റെ സഹോദരി എനിക്കൊരു വസ്ത്രം തന്നിട്ടുണ്ട്, എൻ്റെ സഹോദരി എനിക്ക് ഒരു നല്ല വസ്ത്രം നൽകി, എനിക്ക് വലിയ ഇഷ്ടമാണ് ആ വസ്ത്രം. ഞാൻ വിശിഷ്ടമായ സദസ്സുകളിലേക്ക് പോകുമ്പോൾ ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. ഇപ്പോൾ എൻ്റെ സഹോദരി അത് എന്നോട് തിരിച്ചു ചോദിക്കുന്നു. ഇപ്പോൾ എന്നോട് എൻ്റെ സഹോദരി തിരിച്ചു ചോദിക്കുന്നു, എനിക്കത് കൊടുക്കാൻ മനസ്സില്ല. എന്താണ് ആ മസ്അലയുടെ ഉത്തരം? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഇതാ, നീ എന്തൊരു മോശപ്പെട്ട സ്ത്രീയാണ്. ഒരു കാര്യം നിന്റെ കയ്യിൽ താൽക്കാലികമായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ തിരിച്ചു ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? ആ വസ്ത്രം അവരുടേതാണ്, അത് തിരിച്ചു ചോദിച്ചാൽ തിരിച്ചു കൊടുക്കൂ. ആ പെണ്ണ് പറഞ്ഞു, എങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. പടച്ചോൻ തന്നതാണ് ഭാര്യയെ, റബ്ബ് തിരിച്ചെടുക്കുമ്പോൾ അതിന്റെ പേരിൽ കണ്ണുനീർ വാർത്ത് ദിവസങ്ങൾ തള്ളിക്കളയുകയല്ല. നിങ്ങളെ കാത്ത് ആളുകൾ വിജ്ഞാനം കൊതിച്ച് കാത്തിരിക്കുന്നുണ്ട്, അവരിലേക്ക് ചെല്ലൂ, വിജ്ഞാനം പറഞ്ഞു കൊടുക്കൂ. പ്രിയമുള്ളവരെ, ഇന്നലകളിലെ സങ്കടമോർത്ത്, പ്രിയപ്പെട്ടവരുടെ മരണമോർത്ത് അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല നമ്മുടെ ആയുസ്. നമ്മുടെ ദിവസത്തിലെ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. മസ്ജിദുൻ നബവിയിൽ മഹാനായ KM മൗലവിയുടെ മകൻ അബ്ദുസ്സമദ് കാത്തിബ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ മക്കൾ മരണപ്പെട്ട ദിവസം പോലും മസ്ജിദുൻ നബവിയിലെ ദർസ് അദ്ദേഹം നിർത്തിവെച്ചിട്ടില്ല. സ്വന്തം മകന്റെ മയ്യത്ത് ബഖീയിലേക്ക് കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ച് മസ്ജിദുൻ നബവിയിലേക്ക് തിരിച്ചു വന്ന് പ്രവാചകന്റെ ഹദീസുകൾ പഠിപ്പിച്ച പാരമ്പര്യം ചിന്തിക്കാൻ കഴിയോ നമുക്ക്? അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? മകൻ മരിച്ചു, ഖബറിൽ അവൻ ചെയ്ത അമലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മകൻ മരിച്ച ദിവസവും ഈ മസ്ജിദുൻ നബവിയിൽ വിജ്ഞാനം പഠിപ്പിക്കാൻ വന്നത്, ഇതുപോലെ എന്നെയും ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കും. അന്ന് ഖബറിലേക്കുള്ള അമലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഇന്നത്തെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഏതെങ്കിലും സങ്കടങ്ങളോ ആരോടെങ്കിലുമുള്ള പകയോ ഇതൊന്നുമല്ല, മറിച്ച് ഏറ്റവും സന്തോഷത്തോടുകൂടെ റബ്ബിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. നോക്കൂ, മുആദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞയക്കാൻ. സ്വഹാബികൾക്ക് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എങ്ങനെയാണത് പറഞ്ഞു നൽകുക? അവര് തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയാണ് വർണ്ണിക്കുക? സഹാബികളോട് ചോദിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിൽക്കുന്ന നിമിഷങ്ങളാണ് അവർക്ക് പ്രിയപ്പെട്ടത്. അൻസാരികളോട് ചോദിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ്? അൻസാരികൾ പറയൽ എന്താണെന്നറിയോ? ഞങ്ങളിങ്ങനെ മദീനയുടെ അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രവാചകനെ. അങ്ങകലെ നിന്ന് ഒരു യഹൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന് അറിയിച്ച നിമിഷമുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. നമ്മൾ ആ റസൂലുള്ളാഹിയെ കണ്ടിട്ടില്ല, നമുക്ക് റസൂലുള്ളാഹിയെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുവന്നു തുടിക്കുന്ന ആ ശരീരമോ പ്രവാചകന്റെ അരികിലിരിക്കാനോ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. അള്ളാഹു തെരഞ്ഞെടുത്ത സ്വഹാബാക്കളെയാണ്. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബീഹി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളെ തെരഞ്ഞെടുത്തു. അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു പ്രവാചകൻ. ആ റസൂലുള്ളാഹിയാണ് മുആദ് റളിയല്ലാഹു തആലയോട് പറയുന്നത്, മുആദേ, യമനിലേക്ക് പോകണം. താങ്കൾ യമനിലേക്ക് ചെന്ന് അഹ്ലു കിതാബിന് തൗഹീദ് പറഞ്ഞു കൊടുക്കണം. ആ യമനിൽ നിന്ന് താങ്കൾ തിരിച്ചു വരുമ്പോൾ ലഅല്ലക തമുറു ബൈന ഖബരി, എന്റെ ഖബറിനരികിലൂടെയാണ് വരിക.
യമനിൽ നിന്ന് താങ്കൾ തിരിച്ചു വരുന്നത് എൻ്റെ ഖബറിനരികിലൂടെയാണ്. ആ പറഞ്ഞ വാക്കിന്റെ ആഴം എത്രയാണ്! ഇനി റസൂലുള്ളാഹിയെ കാണാൻ കഴിയില്ല, ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിയില്ല. ഇത് അവസാനത്തെ കാഴ്ചയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, പ്രവാചകനെ ചേർത്തു പിടിച്ച് അവസാനത്തെ ചുംബനം നൽകി യമനിലേക്ക് യാത്ര തിരിക്കുന്ന സ്വഹാബിയുടെ വികാരം എന്താണ്? പ്രവാചകനില്ലാത്ത ഒരു നാട്ടിലേക്ക്, പ്രവാചകന്റെ വിജ്ഞാന സരസ്സുകളില്ലാത്ത ഒരു നാട്ടിലേക്ക് തന്റെ പ്രിയപ്പെട്ടവരെ വിട്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട്ട് യമൻ എന്നൊരു ദേശത്തേക്ക് അങ്ങകലെ വിദൂരതകളിലേക്ക് പോകാനുള്ള ഒരേ ഒരു വികാരം, ഈ മനസ്സിലാക്കിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ആ ഒരു ആത്മാർത്ഥതയാണ് എങ്കിൽ നമ്മൾ എത്ര ആളുകളോട് പറയുന്നു? നമ്മൾ എത്ര ആളുകൾക്ക് ഈ തൗഹീദ് പറഞ്ഞു കൊടുത്തു? നമ്മുടെ മുൻഗാമികൾ അവർ തൗഹീദിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട്, അവർ ഉറക്കമടിച്ചിട്ടുണ്ട്, കല്ലേറുകൊണ്ടിട്ടുണ്ട്, യാത്രകൾ ചെയ്തിട്ടുണ്ട്, സുദീർഘമായ യാത്രകളുടെ ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങൾ പറയുന്നതിനപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിയമുള്ളവരെ, പ്രബോധന രംഗത്ത് ഏറ്റവും ശക്തമായി ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം മരണപ്പെട്ട ദിവസം ദമസ്കസിന്റെ തെരുവുകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു. മരണപ്പെട്ട് ഏതാനും മണിക്കൂറുകൾക്കകം 1,00,000-ലധികം പുരുഷന്മാരും 10,000-ലധികം വരുന്ന സ്ത്രീകളും അവിടെ ഒരുമിച്ചുകൂടി. ആളുകൾക്ക് നടക്കാൻ കഴിയുന്നില്ല, ആളുകൾക്ക് നടക്കാൻ കഴിയുന്നില്ല. കമ്പോളങ്ങൾ അടഞ്ഞു, ഭക്ഷണം കിട്ടാനില്ല. ചില ആളുകൾ സുന്നത്ത് നോമ്പ് നോറ്റു. ഇബ്നു കസീർ റഹിമഹുല്ലാ ശൈഖുൽ ഇസ്ലാമിന്റെ അരികിലേക്ക് വന്ന് അദ്ദേഹം പറയുന്ന ചരിത്രത്തിലെ ചില വാക്കുകളുണ്ട്. ഷെയ്ഖേ, നിങ്ങൾക്കൊരു മകനോ മകളോ ഇല്ല, ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ, എൻ്റെ ഉപ്പാക്ക് പൊറുക്കണേ എന്ന് പറയാൻ ഒരു മകനോ മകളോ നിങ്ങൾക്കില്ല. പക്ഷേ ഒരു ജനപദം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ. ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ തൗഹീദ് കാണിച്ചു കൊടുത്ത, നമ്മൾ തൗഹീദിലേക്ക് ക്ഷണിച്ച ആളുകൾ ഉണ്ടാകണം. നമ്മുടെ സഹപ്രവർത്തകൻ കോട്ടക്കൽ വെച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. പുതുക്കുങ്ങലാണ് അദ്ദേഹത്തിന്റെ വീട്. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് ആളുകൾ തസ്ബീഹ് ചൊല്ലി തിരിച്ചുപോയപ്പോഴും ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ നിൽക്കാൻ, പ്രായമായ ഒരു മനുഷ്യൻ. നിങ്ങൾ ആരാണ് എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, കോട്ടക്കൽ വെച്ച് ബസ്സിൽ എൻ്റെ കൂടെ ഇദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്തു, എൻ്റെ കൂടെ ബസ്സിൽ അദ്ദേഹം യാത്ര ചെയ്തു. കുറച്ചു നേരം കൊണ്ട് അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. വളരെ മനോഹരമായി അള്ളാഹുവിനെ ആ മനുഷ്യനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാവിലൂടെയാണ് ഞാൻ തൗഹീദ് കേട്ടത്. എന്നിട്ട് അദ്ദേഹം മലപ്പുറത്താണ് ഇറങ്ങിയത്. ബസ് ഇറങ്ങാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇറങ്ങേണ്ടത് ഒതുക്കുങ്ങലായിരുന്നു, പിന്നെ ഒരു അരമണിക്കൂർ ഞാൻ യാത്ര ചെയ്തത് കുറച്ചു നേരം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരാലോ എന്ന് കരുതിയിട്ടാണ്, കുറച്ചു നേരം ഒന്ന് തൗഹീദ് പറഞ്ഞു തരാലോ എന്ന് കരുതിയിട്ടാണ്. ആ സഹോദരൻ മരിച്ചു എന്നറിഞ്ഞപ്പോ ഞാനിതാ കുടുംബത്തെ കൂട്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കാൻ. എനിക്ക് തൗഹീദ് പറഞ്ഞു തന്ന ഞങ്ങളുടെ സഹോദരന് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കുടുംബത്തെ കൂട്ടി ഞാൻ വന്ന് നിൽക്കാൻ. നമ്മുടെ ഖബറിനരികിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാകുമോ? നമ്മുടെ ഖബറിനരികിൽ അങ്ങനെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ സ്നേഹിച്ചവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുമോ? നമ്മൾ തൗഹീദ് പകർന്നു നൽകിയവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുമോ? നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ ഭാര്യ, ആ ഭാര്യയും കുട്ടിയും മരണപ്പെട്ടപ്പോ മയ്യത്ത് എടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ആ ഭർത്താവ് മയ്യത്തിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. ആ മയ്യത്തിന്റെ അരികിൽ അദ്ദേഹം ഇങ്ങനെ നിന്നു, ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി. ആ സഹോദരി ചെയ്ത ഓരോ നന്മകളും ആ ഭർത്താവ് ഇങ്ങനെ എടുത്തു പറയാൻ. പടച്ചോനെ, എൻ്റെ ഭാര്യ അവൾ രാത്രി നമസ്കരിക്കുന്നവളാണ്, എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നവളാണ്,
അവളുടെ ജീവിതത്തിലെ ഓരോ നന്മകളും ആ ഭർത്താവ് 3 കഷ്ണം തുണികളിൽ പൊതിഞ്ഞ ആ തണുത്തുറച്ച മയ്യത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഭർത്താവ് ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറയാൻ. എന്നിട്ട് പറയാണ്, പടച്ചവനെ സ്വർഗത്തിലും എനിക്ക് ഇവളെ ഇണയായി തരണേ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ മറ്റുള്ളവരുടെ കണ്ണുകളിൽ ഒരു കണ്ണുനീർ തുള്ളിയായിട്ടെങ്കിലും, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു വിതുമ്പലായിട്ടെങ്കിലും, നമസ്കാരപ്പായയിൽ ആകാശങ്ങളിലേക്ക് ഉയരുന്ന ഒരു പ്രാർത്ഥനയായിട്ടെങ്കിലും നമ്മൾ ഉണ്ടാകണം. അത് ഇപ്പോഴുള്ള ജീവിതം പോരാ, ഈ പോകുന്ന പോക്ക് പോരാ. ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിന് ചെയ്തു തീർക്കാനുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ഇന്റലക്ച്വൽ മീറ്റ് സ്കോളർഷിപ്പ് നൽകുന്ന വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടിയപ്പോ ഒരു പെൺകുട്ടിന്റെ കൂടെ ഉപ്പ വന്നിട്ടുണ്ട്. എന്താണ് മോളെ ഉപ്പാക്ക് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ പ്രത്യേകിച്ചൊരു പ്രശ്നവും പറയാനില്ല. പ്രത്യേകിച്ചൊരു പ്രശ്നവും ആ കുട്ടിക്ക് പറയാനില്ല. അവർ പോയി. നമ്മൾ കരുതി എന്നാൽ പിന്നെ സ്കോളർഷിപ്പ് കൊടുക്കാൻ അവകാശപ്പെട്ടവരല്ല. കാരണം ആ മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്, അയാൾ അധ്വാനിച്ച് മകളെ നോക്കല്ലേ വേണ്ടത്. കുറച്ച് കഴിഞ്ഞ് ആ പെൺകുട്ടി മറ്റൊരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ ഒരു ഭാരവാഹി ചോദിച്ചു, ഉപ്പാക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ കുട്ടിയുടെ മറുപടി, എൻ്റെ ഉപ്പ മാനസിക രോഗിയാണ്. ഉപ്പാനെ അടുത്തിരുത്തിയിട്ട് പറയാൻ കഴിയില്ല എൻ്റെ ഉപ്പാക്ക് അസുഖമാണ് എന്ന്. ഇപ്പോൾ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയാ എൻ്റെ ഉപ്പ രോഗിയാണ് എന്ന്? പഠനരംഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഫലസ്തീനിലെ കുട്ടികളെ നോക്കൂ. തകർന്ന വീട് കാണിച്ച്, ഇതാ അവിടെ എവിടെയോ എനിക്കൊരു വീടുണ്ടായിരുന്നു, അവിടെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, ആ വീട്ടിൽ എൻ്റെ കൊച്ചനുജനുണ്ടായിരുന്നു, എൻ്റെ പെങ്ങളുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന എത്രയെത്ര മക്കളുണ്ട്. ഫലസ്തീനിന്റെ തെരുവുകളിൽ നമ്മുടെ മക്കൾ നിർഭയരായി വീട്ടിൽ കിടന്നുറങ്ങുന്നു. നമ്മുടെ ഭാര്യമാർ നിർഭയരായി നമ്മുടെ കൂടെ ജീവിക്കുന്നു. നമുക്ക് ഭക്ഷണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഈ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊരു ദൗത്യമുഖത്താണ്. നമ്മളൊരു ധർമ്മസമരത്തിന്റെ പ്രഖ്യാപനവുമായി മുന്നോട്ടു പോവുകയാണ്. ലഹരിയും ലിബറലിസവും നമ്മുടെ വിദ്യാർത്ഥികളെ വരിഞ്ഞു മുറുക്കുമ്പോൾ ബോധപൂർവം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അരുതെന്നു പറയാൻ, അതിനെതിരെ ധാർമ്മികതയുടെ ശബ്ദമായി മാറാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം വിസ്ഡം സ്റ്റുഡൻസ് അതിന്റെ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് മാസത്തിൽ 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന നമ്മുടെ സ്വപ്നം ഏറ്റവും മനോഹരമാക്കി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒരു നന്മയുടെ വസന്തം തീർക്കാൻ, ഒരു നന്മയുടെ നൈതികതയുടെ വിദ്യാർത്ഥി തലമുറയെ തീർക്കാൻ, ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കൾ ജീവിക്കേണ്ട തലമുറക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഈ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഭാഗമാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. റസൂലുള്ളാഹിയുടെ കൂടെ, സ്വഹാബാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.